ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഇന്ന് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളമൊക്കെ ബെഡൊക്കെ സെറ്റാക്കി എന്നിട്ട് നമ്മൾ മെല്ലെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ മലേഷ്യക്ക് ട്രിപ്പ് പോയി. അതായത് നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ വൈകുന്നേരം മലേഷ്യക്ക് ഒന്ന് ഫുഡ് പോയി കഴിക്കാമെന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ആ പ്ലാൻ വന്നത്. അപ്പോൾ അതും കൂടി മെർജാക്കിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇന്നത്തേത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസമാണ് എൻ്റെ ഇന്ന്. ഭയങ്കര മടിയായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം കഴിഞ്ഞ 2 വീക്കായിട്ട് കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഭയങ്കര ലേസി ഡേ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അധികം വർത്താനമൊന്നും പറയണ്ട. വെൽക്കം ടു ദ വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിഫ്യൂസർ കത്തിച്ച് വെച്ചാൽ നല്ല മണം കിട്ടും. അപ്പം ഒരു എന്താ പറയുക നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ കത്തിച്ച് വെക്കലുണ്ട്. മീൻസ് വീക്ക് ഡേയ്സ് ആണ് പൊതുവേ കത്തിക്കാറ്. അല്ലാത്ത സമയത്തൊന്നും അതിൻ്റെ ഇത് കിട്ടലില്ല, ടൈം കിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇതാക്കിയാൽ നല്ല മണം ഉണ്ടാവും. ഇത് ആക്ച്വലി സാൻഡൽവുഡാണിത്. അപ്പം ഏകദേശം ചന്ദനത്തിരീൻ്റെ ആ ഒരു സെയിം അഗർബത്തീൻ്റെ ഏകദേശം സെയിം സ്മെല്ലാണ്. പക്ഷെ ഇതിൻ്റെ അത്ര സ്മെല്ലല്ല ഇതിനൊരു വേറൊരു സ്മെല്ല്. കുറേ ഫ്ലേവർ ഉണ്ട്, പക്ഷെ എനിക്കെല്ലാം ഒരുപോലെ തന്നെയാണ് തോന്നുന്നു. ഇവിടുത്തെ കാർ കളക്ഷൻസ്, ഇവിടുത്തെ കുട്ടികളുടെ കാർ കളക്ഷൻസ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇന്ന് ഈ വീഡിയോ എടുക്കണം. കാരണം ഒന്നുമില്ല പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വിചാരിച്ചു എന്നാൽ ഒരു ചായ കുടിക്കാൻ, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ടീ ടൈം. ഓക്കെ, ഒരു കപ്പിൽ പാല് പിന്നെ മിക്സ് തുടങ്ങി. ഞാൻ ചായ വെക്കുന്നത് വേറൊരു തരത്തിലാണ്. നമുക്ക് പാല് നല്ലോണം വേണം. പാല് കൂടുതലും വെള്ളം കുറച്ചിട്ടാണ് ഞാൻ ചായ വെക്കാറ്. പിന്നെ കുറച്ചധികം ഷുഗറും. ഇപ്പം ഞാൻ പാല് ഇത്രത്തോളം ഞാൻ ഇത്ര പാലെടുത്തു. ഇതിനെക്കാട്ടും കൂടുതലുണ്ടാവും. ഇത്ര പാലെടുത്തു, പിന്നെ കുറച്ച് വെള്ളം എടുത്തു. പിന്നെ ഞാൻ ചായപാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ചായപാത്രത്തിലേക്ക് ഒഴിച്ചു. അതിന് ശേഷം ഞാൻ ഇത് തിളച്ച് വരുന്ന അങ്ങനെയല്ല, ഞാൻ ചായ ആക്കുന്ന വേറൊരു തരത്തിലാണ്. നമുക്കറിയില്ല എല്ലാവരും ഇതേപോലെയാണോ ചായ ഉണ്ടാക്കുന്നതെന്ന്. ചില ആൾക്കാർ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ പൊടി ഇട്ട് പിന്നെ ലാസ്റ്റ് പാല് കൂട്ടും. ചില ആൾക്കാർ പാലാദ്യം ഇട്ട് അങ്ങനെ. ഞാൻ ആദ്യം തന്നെ ഇതിൽ പാലൊഴിച്ച് പഞ്ചസാര ഇടും. പിന്നെ എന്നിട്ടാണ് ഇത് തിളപ്പിക്കുക. തിളപ്പിച്ച്
തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറയാ, സ്റ്റൗ കത്തിക്കുക. എന്നിട്ട് നമ്മള് പാൽ ജസ്റ്റ് ഒന്ന് ചൂടാവില്ലേ, ഒന്ന് തിളച്ചോണ്ട് വരുന്ന സമയത്ത് പിന്നെ അതിലേക്ക് ഞാൻ ചായപ്പൊടി ഇടും. ചായപ്പൊടി ABT എനിക്ക് വേറെ ഒരു ചായപ്പൊടി ആവാൻ പറ്റൂല. എനിക്ക് വേറെ ഏത് ചായപ്പൊടി എനിക്ക് ചായ ഒരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരിക്ക്. അപ്പൊ ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. നാട്ടിൽ പോയിട്ട് വരുമ്പോഴും ഞാൻ ABT കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പം അടുത്തായിട്ട് വേറെ ഒരു പുതിയ ABT തീർന്നു പോയി. അപ്പം ഭയങ്കര ഷോർട്ടായിട്ടുള്ള ടൈമിൽ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറെ ചായപ്പൊടി യൂസ് ചെയ്തെങ്കിലും എനിക്ക് ഇതായിട്ട് മീൻസ് ചായക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരിക്ക് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഏത് ചായപ്പൊടിയിലേക്ക് മാറിയെന്ന് വെച്ചാല് റെഡ് ലേബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ചായ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ABT തീർന്നാലും പോകും. പക്ഷെ ABTയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറെ ചായപ്പൊടി ഇടണം, ചായക്ക് ഒരു കളർ വരണമെങ്കിൽ. ആ ഒരു പ്രശ്നമുണ്ട് ചായപ്പൊടിക്ക്. ചായപ്പൊടി എല്ലാം താഴെ വീണ്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചായപ്പൊടി ഇട്ടാലും ഇങ്ങനെയാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇട്ടു. ഞാനിപ്പോ വിചാരിക്കുന്നുണ്ട് ഇവളെന്നീ പറയുന്നത് വേറെ ആര് ചായ ആക്കാത്ത മാതിരിക്കുന്നു. ഞാൻ ചായ ആക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെയാണ് ചായ ആക്കുന്നത്, വേറെ രീതിക്ക്. നമ്മളിപ്പോൾ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ചായ കുടിക്കൂലേ, അപ്പം നമുക്കത് പെട്ടെന്ന് ക്ലിക്കാവും. ഈ മീൻസ് ചായ കുടിക്കുന്ന സമയത്ത് ചില ചായ എല്ലാം അടിപൊളിയായിരിക്കും, ചില ചായ വിചാരിക്കും പക്ഷേ ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം എല്ലായിടത്തും ചായ കുടിക്കുമെങ്കിലും ഞാനാക്കുന്ന ചായയാണ് ഏറ്റവും ഇഷ്ടം. ഇത് മിക്കവാറും ഒരു ചായ വ്ളോഗായി മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ചായ കുടി. അത് കഴിഞ്ഞിട്ട് ഞാനിനി കുറച്ച് ദിവസത്തേക്ക് ചായ കുടിക്കില്ല ഗൈസ്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ചായ കുടിക്കില്ല. ഇന്നിപ്പം ഞാൻ ഇത് എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ വിചാരിച്ചു ഒന്നുമില്ലല്ലോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ ചായ കുടിക്കണം എന്ന് വിചാരിച്ചല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ, അധികം പഞ്ചസാര ഇട്ടിട്ടില്ല. എൻ്റെ ചായയുടെ തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഓഫാക്കരുത്. അതിങ്ങനെ എടുക്കുക, മിക്സ് ചെയ്യുക, എന്നിട്ട് വീണ്ടും വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം അതൊന്നും തക വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ ചായക്ക് വേറെ ഒന്നൊരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ചായ എടുത്ത് കുടിച്ചാൽ ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് തിളച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം അതിനെ തിളക്കാൻ വിടണം. പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ഞാൻ അങ്ങനെയാണ് ചെയ്യുക. കപ്പിലേക്ക് കിട്ടും ടേസ്റ്റ് കോഫിയില കിട്ടും ടേസ്റ്റ് ചായ. ഓക്കെ, ഇതിങ്ങനെ വേണ്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ആ പൊടി എല്ലാം കളഞ്ഞിട്ട് എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. ആ പൊടിയോടെ എനിക്ക് കുടിക്കാനേ പറ്റൂല. അപ്പൊ ആ പൊടിയിൽ ഇല്ലാതിരിക്കുന്നവരെ ഞാൻ നോർമൽ ഇടുന്ന പഞ്ചസാരയെക്കാട്ടിലും കുറവാണ് ഞാൻ ഇന്ന് പഞ്ചസാര ഇട്ടത്. അതുകൊണ്ട് ഞാൻ കുടിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കിട്ടുന്ന ചായന്റെ ടേസ്റ്റ് കിട്ടണമെന്നില്ല. പഞ്ചസാര ഞാൻ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോ ഷുഗർ ആണ് ഇന്നത്തെ ചായ. ഒരു മിനിറ്റ് പോലും കിച്ചണിൽ ഏടെ നിൽക്കാൻ പറ്റില്ല. ഒട്ടുക്കത്തെ ചൂടാണ് ഇവിടെ, ഒട്ടുക്കത്തെ ചൂട്. നാട്ടിലത്തേക്കാട്ടും ചൂടുണ്ടത് നാട്ടിൽ പോയി വന്നവർ പറയുന്നുണ്ട്. ഭയങ്കര ചൂടാണ് ഇവിടെ. ഇപ്പൊ ഇങ്ങനെ വേർത്ത് ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ഭയങ്കര. ഇവിടെ ഒരു നിമിഷം പോലും എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് അടുക്കളയിൽ ഇപ്പൊ ഇറങ്ങണം. ഞാൻ കോഫി ഉണ്ടാക്കുന്നതും പിന്നെ വേറൊരു രീതിയിലാണ്. മിക്സിയിലൊക്കെ അടിച്ചിട്ടാണ് ഞാൻ കോഫി ഉണ്ടാക്കുക. എനിക്ക് അങ്ങനെ അല്ലാത്ത ഒരു വികാരമില്ലാത്ത കോഫി പോലെ എനിക്ക് തോന്നലുണ്ട്. അത് ഞാൻ അങ്ങനെയാണ് കോഫി ഉണ്ടാക്കുക. ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാനും എനിക്ക് കോൾഡ് കോഫിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹോട്ടിനെക്കാട്ടിലും ഐസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ കോഫിയും ആ രീതിക്ക് ആക്കുക.
വേറൊരു മറ്റേ എന്നാ പാല് മാത്രമേ തിളപ്പിക്കൂ. ആ ടൈം പൊടിയൊന്നും ഇടില്ല. നോർമലി എന്താ പറയാ, ഈ വീക്ക് ഡേയ്സ്, ഇന്ന് ഇപ്പം സാറ്റർഡേ ആണ്, അയ്യോ അത് പറയാൻ മറന്നു, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡും ഉണ്ടാക്കിയിട്ടാണ് പോവുക. പിന്നെ പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ളതും കൂടി പാക്ക് ചെയ്തിട്ടാണ് പോവുക. അതുകൊണ്ട് ഈ വീക്ക് കണ്ടിന്യൂസ് എല്ലാ ദിവസവും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മിക്കവാറും ഇന്ന് മിക്കവാറും കുക്ക് ചെയ്യുന്നില്ലായിരിക്കണം, എനിക്കറിയില്ല. ചോറുണ്ട്, പിന്നെ ഒരു കറിയുണ്ട്. വേറെ ഇനി കറി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം. കാരണം ഉണ്ടാക്കണം, എന്തെങ്കിലും ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കും. കാരണം മടിയാണ്. എനിക്കിന്ന് ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നുള്ള ഒരു ദിവസമാണ് ഇന്ന്. പിന്നെ ക്ലൈമറ്റും ഒരുമാതിരി ഭയങ്കര ചൂട്. ഞാൻ എൻ്റെ തന്നെ വ്ളോഗ് ടി വിയിലിട്ട് കാണും. വേറെ ആരും എൻ്റെ വ്ളോഗ് നോക്കുക? ഞാൻ തന്നെയല്ലേ നോക്കണ്ടേ? ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കും എൻ്റെ വ്ളോഗ്. ഗായ്സ്, നമ്മുടെ മഴയൊക്കെ പിടിച്ച് നോക്ക്. ഇടി, മിന്നൽ വള കയ്യിലിട്ട പിന്നഴക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ ചേഞ്ച് ആവുക. നേരത്തെ ചൂടെടുത്ത് ചാവുന്നുണ്ടായിരുന്നു. ഇപ്പൊ നോക്ക്, നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തു. സമയം ഇപ്പോൾ 1:46. പെട്ടെന്ന് തീരുമാനിച്ചാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം മലേഷ്യ പോവാന്ന്. പിന്നെ വെറുതെ ജസ്റ്റ് പോയിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് കുറച്ച് അടുത്താണ് മലേഷ്യ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. നല്ല മഴ. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്ലാൻ മാറുമോ എനിക്കറിയില്ല. തൽക്കാലം ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ മലേഷ്യ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചു. ഇനി റെഡിയൊക്കെ ആയിട്ട് ഒരു 4 മണിയാകുമ്പോഴൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ മലേഷ്യ പോകുന്നു ഗായ്സ്. അങ്ങനെ മലേഷ്യ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഇനി ബാക്കി വീഡിയോയിലൂടെ കാണാം. ഞങ്ങളെ മലേഷ്യ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആരൊക്കെ ഉണ്ട് നോക്കാം. ശ്രീഹരി പെറയിലുണ്ട്. പിന്നെ ആരുള്ളത്? പിന്നെ അഭിയേട്ടനുണ്ട്. ഹായ് അഭിയേട്ടാ. ഹായ്. നമ്മുടെ പോന്നെ മലേഷ്യ. പിന്നെ കുട്ടുണ്ട്, നീത്തു ഉണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ പോകുന്നു ഗായ്സ്. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? നമ്മൾ പോകുന്നത് മലേഷ്യ. ആരുടെ കൊടുക്കില്ല.
ഗൈസ് നമ്മൾ വുഡ്ലാൻഡ്സിലേക്ക് എത്തി. വുഡ്ലാൻഡ്സിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ബസ്സിൽ നിന്ന് വുഡ്ലാൻഡ്സിലേക്ക് എത്തി. ഇനി നമ്മൾക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് മലേഷ്യയിലേക്ക് കടക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഗൈസ്. ലൈഫ് ഈസ് സിമ്പിൾ ഓ ലോബി. ലൈഫ് ഈസ് സിമ്പിൾ ആൻഡ് പ്ലഷേഴ്സ്. നോക്ക് ഇത് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണാ എന്താക്കും നീ? ഇത് പാൻ കേക്ക് പോലത്തെ എന്തോ സാധനം ഇവിടെ എന്ത് വാങ്ങാൻ പോയ ജ്യൂസാ? ജ്യൂസ് എങ്ങനെ വരുന്നേ പറഞ്ഞെടുക്ക്. ജ്യൂസ് ഓറഞ്ചിന് തൊലി കളഞ്ഞിട്ട് പീഞ്ഞിട്ട് വെള്ളത്തിലേ വരുന്നത്. നമ്മളിപ്പോ ഇന്റർചേഞ്ചിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ വുഡ്ലാൻഡ്സിലോട്ടാണ് പോകുന്നത്, ചെക്ക് പോയിന്റിലോട്ട്. ഇമിഗ്രേഷൻ കടന്നു പോകണം. നമ്മൾ വുഡ്ലാൻഡ്സ് ഇന്റർചേഞ്ചിൽ നിന്ന് വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റിലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്കൊരു ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബസ് വഴി നമ്മൾ അപ്പുറം അറൈവലിൽ എത്തിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ടാക്സി പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മളിപ്പോൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ടാക്സി കയറിയിട്ട് നേരെ KFCയിലേക്കാണ് പോകുന്നത്. അതൊരു സീ സൈഡ്. നമ്മൾ ടാക്സി വന്നു. നമ്മളിനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നില്ല, നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് പോവാണ്. നമ്മളെവിടെയാണ്? നമ്മള് അവിടെ വല്ലുണ്ടോ? നോക്കിയടാ ഇല്ലേ? നമ്മള് അങ്ങനെ മലേഷ്യക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി KFC കഴിക്കാനാന്ന് വന്നേ. നോക്കൂ, ഇവിടെ കടൽ തീരത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാന്നാന്ന് വിചാരിച്ചേ. അപ്പോഴത്തേക്കും ഭയങ്കര നാറ്റം. പിന്നെ നമ്മൾ ഉള്ളിൽ പോവാന്ന് വിചാരിച്ചു. ഇത് പുതിയൊരു KFC ഷോപ്പാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല നീറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്ത് കഴിക്കുന്നേ? ബർഗറാ? നമ്മളങ്ങനെ KFC ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് KFC ഒക്കെ കഴിച്ചിട്ട് വെറുതെ ചില്ല് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ചില ഫുഡ് നല്ല ഉണ്ടായിരുന്നു, ചില ഫുഡ് ടേസ്റ്റ് ഇല്ലാന്നായിരുന്നു ഓരോരുടെ അഭിപ്രായം. ഇവിടെ ഒരാൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടത്തിലിരിക്കുന്നു. വന്നത് വെറുതെ ആയി എന്നും പറഞ്ഞ്. വീഡിയോ വ്ളോഗർ
ഇനി നീ എവിടെ പോന്ന്? നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി അല്ലേ? ഇനിയോ? ഇനി എന്ത് പ്ലാൻ? നമ്മളങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നു. പക്ഷെ ആ കാണുന്നത് സിംഗപ്പൂരാണ്. നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയാണ്. നമ്മൾ നടന്നു പോവാന്ന്. അങ്ങാടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാമെന്ന്. നമുക്കിനി ഇവിടെയാണ് എത്തേണ്ടത്. നമ്മളിപ്പം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ നടന്ന് പോവും. തവളച്ചേട്ടൻ ഹായ് ഗൈസ്, നമ്മള് ഇവിടുന്ന് തിരിച്ചു പോവാണ് സിംഗപ്പൂരേക്ക്. മലേഷ്യയില് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ സമയം 9 മണി. ഇനി നമ്മള് ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി എല്ലാം കഴിയുമ്പോഴത്തേക്കും 12 മണിയാവും നമ്മൾ സിംഗപ്പൂർ എത്തുമ്പോഴത്തേക്കും. ഓക്കെ. അതിനുശേഷം നമ്മൾ JB ചെക്ക് പോയിന്റിലേക്ക് പോവും. നമ്മൾ എന്നിട്ട് JB ചെക്ക് പോയിന്റിൽ നിന്ന് വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റിലേക്ക് പോവാണ്. നമ്മള് മലേഷ്യ ബോർഡറിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഇവിടെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളിനിപ്പോൾ സിംഗപ്പൂരിലേക്ക് പോകുന്നുണ്ട്. ബസ്സിൽ കയറി ഇവിടുന്ന് വുഡ്ലാൻഡ്സിലേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് നമ്മൾ മിക്കവാറും ടാക്സിയിലായിരിക്കും പോവുക. ഇപ്പോൾ സമയം 11:30. ഞാൻ പറഞ്ഞ കറക്റ്റ് ടൈം. സിംഗപ്പൂർ റൂമിലേക്ക് എത്തുമ്പോൾ എന്തായാലും 12:30 1 മണിയാവും. മഴയോ മഴ. നമ്മൾ ടാക്സിയിലല്ല, നമ്മൾ ബസ്സിലാണ് നമ്മളിനി തിരിച്ച് സിംഗപ്പൂരേക്ക് പോകുന്നത്. അങ്ങനെ ബസ്സിൽ വെയിറ്റ് ചെയ്ത് നമ്മൾ പോവാന്ന്. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം കൃത്യം 12 മണി. നമ്മൾ സിംഗപ്പൂരെത്തി. രാവിലെ എപ്പം പോകുന്ന ബസ് സ്റ്റാൻഡിൽ ആണ് ഇറങ്ങിയത്. നടന്ന് ഇനി റൂമിൽ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. Like, share and subscribe my YouTube channel. Thank you for watching.